ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ആയിരുന്നു. ഇനി അടുത്തത് ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ആണ്, അല്ലെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീം വാല്യൂ എന്ന് പറയും. അതായത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അല്ലേ ഒരു പീക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു പീക്ക് വരുന്നുണ്ട്, ഇവിടെ ഒരു പീക്ക് വരുന്നുണ്ട്, ഈ മൂന്ന് സ്ഥലത്ത് പീക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഈ ഒരു ഏരിയ നൈബർഹുഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മാക്സിമം കിട്ടും, ഇവിടെ ഒരു മാക്സിമം കിട്ടും, ഇവിടെ ഒരു മാക്സിമം കിട്ടും. അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം നോക്കുമ്പോൾ ഇതിൽ ഏതാണോ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരുന്നത് അത് അബ്സല്യൂട്ട് മാക്സിമം ആണ്. അതല്ലാതെ ഈ ഒരു ചെറിയ നൈബർഹുഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മാക്സിമം, ഇവിടെ ഒരു മാക്സിമം, ഇവിടെ ഒരു മാക്സിമം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു റിലേറ്റീവ് ആയിട്ട് വരുന്ന അതിനെയാണ് നമ്മൾ എന്താ പറയുക, ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. ഈ ഒരു ലോക്കൽ ആയിട്ടുള്ള രീതിയിൽ ഒരു എക്സ്ട്രീം വാല്യൂ, ഒരു മാക്സിമം വാല്യൂ. അതേപോലെ മിനിമം നോക്കുക, ഇവിടെ ഒരു മിനിമം വരുന്നുണ്ട്, അതുപോലെ ഇവിടെ ഒരു മിനിമം വരുന്നുണ്ട് അല്ലേ. ഇതിലൊന്ന് എക്സ്ട്രീം അബ്സല്യൂട്ട് മിനിമം ആയിരിക്കാം, ബാക്കിയുള്ളതിനെ നമ്മൾ എന്ത് പറയും, ലോക്കൽ മിനിമം അല്ലെങ്കിൽ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറയും. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ ഇതാണ്: എ ഫംഗ്ഷൻ എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം വാല്യൂ അറ്റ് എ പോയിന്റ് സി വിത്തിൻ ഇറ്റ്സ് ഡൊമൈൻ ഡി if f of x less than or equal to f of c for all x belongs to d lying in some open interval containing c. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസ് എടുക്കുക, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് നോക്കുക. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇതാണ്. ഇതിനെപ്പോഴാണ് ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് പറയാം? ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് പറയണമെങ്കിൽ അറ്റ് എ പോയിന്റ് സി, ഒരു ഇവിടെ ഒരു സി എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കൽ മാക്സിമം ആണ് എന്ന് പറയണമെങ്കിൽ within its domain D if f of x less than or equal to f of c lying in some open interval containing c. c കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. c കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. ഈ ഓപ്പൺ ഇന്റർവെല്ലിന്റെ അകത്ത് എന്ത് വേണം? ഏത് എക്സ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിനെക്കാട്ടും വലുതാവണം എന്ത്? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആവണം. ഈ സിന്റെ ഫംഗ്ഷൻ വാല്യൂ ആയിരിക്കണം വലുത്. അതുപോലെ ഈ ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്ത് നോക്കൂ, ഇവിടുത്തെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം, ഇവിടെ ഒരു മാക്സിമം ഉണ്ട് നോക്കുക, ഒരു സി ഡാഷ്. അപ്പൊ ഈ സി ഡാഷ് ഒരു ലോക്കൽ മാക്സിമം ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഈ സി ഡാഷിന്റെ ഒരു ഓപ്പൺ നൈബർഹുഡ്, ഒരു ഓപ്പൺ ഇന്റർവെല്ലിൽ സി ഡാഷ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇന്റർവെൽ എടുക്കുക. ഈ ഓപ്പൺ ഇന്റർവെല്ലിലെ ഏത് ഫംഗ്ഷൻ വാല്യൂ നോക്കിക്കഴിഞ്ഞാലും സി ഡാഷിന്റെ ഫംഗ്ഷൻ വാല്യൂനെക്കാട്ടും ചെറുതാവണം. അപ്പൊ സി ഡാഷിന്റെ ഫംഗ്ഷൻ വാല്യൂ എന്താവും? അതൊരു മാക്സിമം ആണെന്ന് പറയും. അപ്പൊ അതാണ് ലോക്കൽ മാക്സിമം. അതുപോലെ തന്നെ ലോക്കൽ മിനിമം ഉണ്ട്. എന്താണ്? A function f has a local minimum value at a point c within its domain D if f of x greater than or equal to f of c for all x belongs to D lying in some open interval containing c. നേരത്തെ അതേ കേസ് പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ട് നോക്കുക. ഇവിടെ ഒരു ലോക്കൽ മിനിമം ഉണ്ട് എന്ന് പറയണമെങ്കിൽ എന്താണ്? ഇതൊരു സി എന്ന് പറയുന്ന പോയിന്റിൽ ലോക്കൽ മിനിമം ഉണ്ടെങ്കിൽ സി കണ്ടെയ്ൻ ചെയ്യുന്ന ചെറിയൊരു ഓപ്പൺ ഇന്റർവെൽ എടുക്കുക. ഈ ഓപ്പൺ ഇന്റർവെല്ലിൽ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എഫ് ഓഫ് സിന്റെ വാല്യൂ എന്താണ്? ഫംഗ്ഷൻ വാല്യൂവിൽ ഏറ്റവും ചെറുത് സിയുടെ ഫംഗ്ഷൻ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് പറയും? ഇവിടെ സിക്ക് ഒരു ലോക്കൽ മിനിമം ഉണ്ട് എന്ന് പറയും. അതുപോലെ ഇവിടെ അടുത്ത് ഒരു സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു സി ഡാഷ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ഒരു ലോക്കൽ മിനിമം കിട്ടും. അതുപോലെ ഇവിടെ ഒരു സി ഡബിൾ ഡാഷ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് എന്ത് കിട്ടും? ഒരു ലോക്കൽ മിനിമം കിട്ടും. അപ്പൊ ഈ ഒരു ഗ്രാഫിൽ 3 ലോക്കൽ മിനിമം ഉണ്ടാവും. ഇനി ഇതിന്റെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ലോക്കൽ മാക്സിമത്തിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ട് നമ്മൾ എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ദ ഡൊമൈൻ ഓഫ് എഫ് ഈസ് ദ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ദെൻ എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് എൻ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. അപ്പൊ നേരത്തെ നമ്മൾ ലോക്കൽ മാക്സിമം ഡിഫൈൻ ചെയ്തത് എവിടേക്കാണ്? ഒരു ഓപ്പൺ ഇന്റർവെല്ലിലാണ് അല്ലെ. ഇനി അപ്പം ഇഫ് ദ എഫിന്റെ ഡൊമൈനിൽ ക്ലോസ്ഡ് എ ബി ആണെങ്കിൽ എഫ് ഹാസ് എ ലോക്കൽ മിനിമം അറ്റ് ദ എൻഡ് പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. അതായത് ഒരു എൻഡ് പോയിന്റിൽ ലോക്കൽ മിനിമം ഉണ്ട് എന്ന് എപ്പോഴാണ് പറയാനുള്ള? നേരത്തെ നമ്മളെടുത്ത സി എവിടെയായിരുന്നു? ഡൊമൈന്റെ അകത്തുള്ള ഒരു ഇന്റീരിയർ പോയിന്റ് ആയിരുന്നു. ഇനി ഒരു ഡൊമൈന്റെ എൻഡ് പോയിന്റിൽ ഒരു ലോക്കൽ മാക്സിമം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എ ആവണം. അത് സെയിം തന്നെയാണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു. ഇവിടെ മാത്രമാണ് മാറ്റം. എന്താണ്? ക്ലോസ്ഡ് എ കോമ എ പ്ലസ് ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബി എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ട്, എ ബി. അതില് ഈ എ ബിയുടെ ഇവിടെ തുടക്കത്തിലുള്ള ഇവിടെ ഈ ഒരു എൻഡ് പോയിന്റിൽ ഒരു ലോക്കൽ മാക്സിമം ഉണ്ടാവണമെങ്കിൽ അല്ലെ, ഇവിടുന്ന് ഒരു ലോക്കൽ മാക്സിമം ഇവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ടോ ഒരു ലോക്കൽ മാക്സിമം ഉണ്ട്. കാരണം ഈ ഒരു
ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് മാക്സിമം. അപ്പൊ എന്താണ് ഈ എയും എ പ്ലസ് ഡെൽറ്റ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ക്ലോസ്ഡ് എ ഒരു ഓപ്പൺ ഡെൽറ്റ, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു എ പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. എ പ്ലസ് ഡെൽറ്റ. അപ്പൊ ഈ എ പ്ലസ് ഡെൽറ്റ ഈ ഒരു ഇന്റർവെൽ ക്ലോസ്ഡ് എ ഓപ്പൺ എ പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നതിൽ ഫംഗ്ഷൻ വാല്യൂന്റെ മാക്സിമം എന്താവണം? എഫ് ഓഫ് എ ആവണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇന്റർവെല്ലിൽ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ഒരു ഇന്റർവെല്ലിൽ മാത്രം. അതുപോലെ തന്നെ എന്താണ്, if the domain of f is closed interval ab, then f has a local maximum at the interior point. അപ്പൊ ഇന്റീരിയർ പോയിന്റിലാണെങ്കിൽ എങ്ങനെയാ വരിക? സി എന്ന് പറയുന്ന ഒരു ഇന്റീരിയർ പോയിന്റിലാണെങ്കിൽ നമുക്ക് എന്തെടുത്താൽ മതി? ഈ ഒരു ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു, അതെന്തായിട്ട് എടുത്താൽ മതി? സി മൈനസ് ഡെൽറ്റയും സി പ്ലസ് ഡെൽറ്റയും എടുക്കുക, ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ വാല്യൂ ആണ് ഏറ്റവും മാക്സിമം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഒരു ലോക്കൽ മാക്സിമം എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ്, എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് ദ എൻഡ് പോയിന്റ് എക്സ് ഈക്വൽ ടു ബി. എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഈ ഒരു ക്ലോസ്ഡ് എ ബിയിലെ എൻഡ് പോയിന്റിലാണ് ലോക്കൽ മാക്സിമം എന്നുണ്ടെങ്കിൽ എന്താണ്, നേരത്തെ പോലെ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു, ഇവിടെ ഇന്റർവെൽ എന്താ വരിക? ബി മൈനസ് ഡെൽറ്റ, ഒരു ഡെൽറ്റ ഇന്റർവെല്ലിലുള്ള ബി മൈനസ് ഡെൽറ്റ എടുക്കുക, ക്ലോസ്ഡ് ബി എടുക്കുക. ബി മൈനസ് ഡെൽറ്റ ക്ലോസ്ഡ് ബി എന്ന് പറയുന്ന ഈ ഒരു ഇന്റർവെല്ലിലെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും മാക്സിമം എന്ത് വേണം? എഫ് ഓഫ് ബി എന്ന് പറയുന്ന വാല്യൂ ആണ് മാക്സിമം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഒരു ലോക്കൽ മാക്സിമം ആണെന്ന് പറയും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഈ ലോക്കൽ എക്സ്ട്രീമ, എക്സ്ട്രീമ എന്ന് പറഞ്ഞാൽ മാക്സിമം മിനിമം കൂടെ കൂടിയ സാധനങ്ങൾ ആർ ഓൾസോ കോൾഡ് റിലേറ്റീവ് എക്സ്ട്രീമ എന്നും അതിനെ പറയാറുണ്ട്.